വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ ജസ്ന, ഇറ്റ്സ് മീ സഫ്ന. അപ്പോൾ നമ്മുടെ വ്ളോഗിലേക്ക് എല്ലാവർക്കും വീണ്ടും സുസ്വാഗതം. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗെയിമാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ യൂട്യൂബിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു വൈറലായിട്ടുള്ള ഒരു ഗെയിമാണ് ഈറ്റ് ഇറ്റ് ഓർ വിയർ ഇറ്റ്. അതാണ് നമ്മുടെ ഗെയിം. സംശയം നല്ല ലേറ്റസ്റ്റ് ആയി വരുന്നതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ആ ഗെയിം ചെയ്യാം. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. നമ്മുടെ എല്ലാ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഗെയിം എല്ലാവർക്കും അറിയായിരിക്കും, എങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഈ സാധനങ്ങളൊക്കെ പ്രോപ്പർട്ടീസ് ഒക്കെയാണ്. അപ്പോൾ നമ്മുടെ ഇതെല്ലാം അതെ ഒരു പേപ്പറിൽ എഴുതിയിട്ടിട്ടുണ്ട്. കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ടൊമാറ്റോ കെച്ചപ്പാണ്, ഇത് സോയാ സോസ്, പിന്നെ തക്കാളി ഉണ്ട്, സവാളയുണ്ട്, നാരങ്ങയുണ്ട്, ഒരു പുളിയുണ്ട്, പച്ചമുളക്, ഉപ്പുണ്ട്, മഞ്ഞപ്പൊടി ഉണ്ട്, അതുപോലെ പൗഡർ ഉണ്ട്, നല്ലൊരു പണിയാണ്, മുട്ടയും ഉണ്ട്. ഒരു മുട്ട അടിപൊളി ആര്യവേപ്പില. അപ്പോൾ ഇതൊക്കെ ആർക്കും കിട്ടണമെന്നൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ നമ്മൾ ഇത് ലോട്ട് എടുക്കും, എന്നിട്ട് അതിൽ നിന്ന് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ഈറ്റിട്ടാണോ വിയറിട്ടാണോ നമ്മൾ നോക്കും. അപ്പോൾ എൻ്റെ ലോട്ട് ഇവളും ഇവളുടെ ലോട്ട് ഞാനായിരിക്കും എടുക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഇടും ശരിയാവൂല, കള്ളത്തരം കാണിക്കും. അപ്പൊ ഇല്ലവളെ പിടിച്ചാണ് ഞാൻ ചെയ്തത്. അപ്പൊ നമുക്ക് നമ്മുടെ ഗെയിമിലേക്ക് പോവാം. അപ്പൊ ഫസ്റ്റ് ആരെടുക്കും? ഓക്കെ, ഞാനെടുക്കാം. തമ്പുരാനെ, എനിക്കുള്ള എന്ത് പണിയായിരിക്കും. അല്ല, നല്ലതും വല്ലതും ആയിരിക്കണേ. ഇത് ഞാൻ നിനക്ക് വേണ്ടിയാണ് എടുക്കുന്നത്. നീ സ്വന്തം പണി സ്വന്തം ഏറ്റുവാങ്ങുന്ന ഒരു മന്ദബുദ്ധിയാണല്ലോ തമ്പുരാനെ. അപ്പൊ ദേ എന്റെ ലോട്ടിനാ എടുത്തു തേനാ സോയാ സോസ്. അത് ഞാൻ കഴിക്കാൻ വേണ്ടി. അപ്പൊ സോയാ സോസ് ആണ് നമ്മുടെ ഇത്. അപ്പൊ ദേ നമുക്ക് ഇതിൽ നിന്ന് ഒരു ലോട്ട് എടുക്കാം. ഈറ്റിട്ടാണോ വിയറിറ്റാണോ നമുക്ക് നോക്കാം. ഇത് രണ്ടു കിട്ടിയാലും പണിയാണ്. അല്ല, ഈറ്റിറ്റാണ് നമ്മുടെ ഈറ്റിറ്റ്. നമുക്ക് ഇതിലേക്ക് തന്നെ ഇടാം. അപ്പോൾ സോയാ സോസ് അല്ലേ, ടപ്പിൽ വെച്ചിട്ട് ഒഴിച്ചു തന്നാൽ മതി. ഇതിലാ സ്പൂൺ എടുത്തില്ലല്ലോ. അപ്പോൾ ഇതിൽ സ്പൂൺ മഞ്ഞപ്പൊടിയില്ല. ഓക്കെ, സാരല്ല, മഞ്ഞപ്പൊടിയൊക്കെ മിക്സ് ആവും. കുറച്ച് മതി, ഇല്ല, വളരെ കുറച്ച് മതി. എനിക്കത് കുടിക്കാൻ പറ്റില്ല, ഛർദ്ദിക്കാൻ വരും. വേണ്ട, മതി, കുറച്ച് മതി. എന്നാലും കാണുന്നവർക്ക് ഒരു സന്തോഷമില്ല. നീ എന്താ സേവിച്ച് കളയണ? ബിസ്മിയൊക്കെ ചൊല്ലി വിളിക്കുന്നു. ഓരോക്കെ വൃത്തിയായിട്ട് ചോയ. അപ്പൊ നമുക്ക് നല്ല സോയ സോസ് ഇല്ല, ഞാൻ നേരത്തെ ടേസ്റ്റ് ചെയ്തായിരുന്നു. ഞാൻ നേരത്തെ ടേസ്റ്റ് ചെയ്തായിരുന്നു, ഭയങ്കര ടേസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് വെള്ളം വേണമായിരുന്നു. ഇത്തിരി വെള്ളം കൊണ്ടൊന്നും വെക്കണ്ടായിരുന്നു കേട്ടോ. വേണ്ട, വെള്ളമൊന്നും വേണ്ട. നെക്സ്റ്റ് ലോട്ട്. ഓക്കെ, എന്റെ പണിയാണ്. നല്ലൊരു പണിയായിരിക്കണേ. നല്ല എന്തെങ്കിലും എടുത്താൽ മതിയായിരുന്നു. ടൊമാറ്റോ സോസ് കഴിക്കാൻ വേണ്ടിട്ട് മതി എനിക്ക്, അല്ലാതെ വേറെ നല്ലതോ ഇപ്പൊ കാണില്ല. എനിക്ക് ടൊമാറ്റോ സോസ് മതി. ഗ്രീൻ ചില്ലി. എടി, നീ മലപ്പൂർവ്വം എടുത്താണോടി? ആ ലോട്ട് നീക്കി വെച്ചോട്ടാ, റെപ്പീറ്റേഷൻ വരും. ഇത് ഞാനിങ്ങനെ ചുപ്പക്കൂട്ടി കഴിക്കാറുണ്ട്. ഇത് നമ്മുടെ വീട്ടിലുണ്ടായി നല്ല ഇരുവോളം ഇവിടെ തന്നെ വീട്ടിലുണ്ടാവണത് മതി. ഇത് എനിക്ക് കിട്ടുന്ന ഓർത്തില്ല. ഇത് മൊത്തം കഴിക്കണ. എന്നാൽ 2 ബൈറ്റ്, വലിയ 2 ബൈറ്റ്. ഇത്രയും കഴിക്കണം, ഹാഫ് എങ്കിലും കഴിക്കണം. അതാണ് ഇത്രയും ഭാഗം കഴിക്കണം അല്ലേ? ഇത്രയും അരി ഉണ്ടാവോ? അരി അതേ ഭാഗത്തൊട്ട് അരി ഉണ്ടാവും. ഇത് ഞാൻ വിയറിറ്റ് ചെയ്ത് ഇവിടെ ഞാൻ കുത്തി വെക്കാം. കുഴപ്പമില്ല, വലിയൊരു ഒന്നും ഉണ്ടാവില്ല. കടിച്ചു നോക്ക്.
എന്താ അത്? നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. കയ്പാണോ? കുഴപ്പമില്ല, വെരി ടേസ്റ്റ്. എന്നാ ഫുള്ള് കഴിച്ചോ? എരിവുണ്ടോ? ചുപ്പെടുത്തോട്ടെ. എരിവാണോ? നല്ല എരിവാണോ? തുമ്പടിച്ചപ്പോഴേ ഒരു എക്സസൈസിലൂടെ അപ്പൊ ഞാൻ വെച്ച് നല്ലായിരിക്കും അത്. അത് അരി ഉണ്ടായിട്ടുണ്ടാവില്ല. ആ ഇത് ഇപ്പഴാണ് അരി ഉള്ളത്. ചുപ്പുന്നോട്ടെ. ഉപ്പ് മാത്രമേ തിന്നാനുള്ളൂ. പക്ഷെ പഞ്ചസാര ഉണ്ടെങ്കിൽ ഇടിന്റെ ചുണ്ടൊക്കെ ടൊമാറ്റോ സോസ് എടുത്തോട്ടെ. അപ്പൊ ചലഞ്ച് കറക്റ്റ് ആവില്ല. അടുത്തത് എടുത്തോളൂ. എന്റെ കാടിനൊക്കെ എരിവ് കയറി വെള്ളം കുടിച്ചാരാ? വെള്ളം കുടിക്കാൻ പറ്റുമോ? വേണ്ട. എളുപ്പമുള്ളത് എടുക്കണേ. നല്ല പണി കൊടുക്കാൻ പറ്റുന്നില്ല എനിക്ക് തന്നെ. സാൾട്ട്. എന്റെ പൊന്നി ഇത് നിനക്ക് എളുപ്പമുള്ളത് കിട്ടണ എന്താടി? എനിക്ക് മാത്രം ഏതാണ്? ഇതെന്താ മൊത്തം ഇറ്റിട്ടാണോ നമുക്ക് വരുന്നത്? ഈ രണ്ടും ഇറ്റിട്ടാണ് എഴുതിയിട്ടാണ് ഞാൻ ഇവിടാണ് എഴുതിയത്. എനിക്ക് സംശയമുണ്ട് ഇവിടെ ഏറിട്ടുണ്ട് ഇറ്റിട്ടുണ്ട്. ഓക്കെ, നേരത്തെ കഴിച്ചോളാം. ഉപ്പാണ് ഉപ്പ്. കുറച്ച് ഉപ്പ് എടുക്കണേ. അയ്യോ, കുറച്ച് ഉപ്പ് എടുക്ക്. എന്തോരം ഉപ്പ് അത്? പിന്നെ ഞാൻ നിനക്ക് കുറച്ച് തന്നത്. ഇത്ര കഴിച്ച് എനിക്ക് ചുണ്ടി ഇവിടെ പോയി തുപ്പിക്കാൻ ചിത്തറിയും. ടൊമാറ്റോ സോസ് എടുത്ത് നക്കാർത്ത് പുളിന്നാല പുളി ഉപ്പ് വല്ലാത്തൊരു ടേസ്റ്റ്. എടി ഇതില് നല്ലതല്ലേ അത്? ഓ ഇപ്പൊ ഇത് പുളി ഉപ്പൊക്കെ തന്നു. ഓ ഞാൻ വേർത്താകെ പോയി. ഇപ്പൊ എന്റെ എല്ലാം ഒഴിച്ചു. വേർത്തിട്ടുള്ള നീ ഇതിനകത്ത് നീയല്ലേ? എടി നീ എനിക്ക് നീ മൊത്തം പണിയാണ്ടായിരുന്നത്. പുളിയുടെ കുറച്ചായി. കുഴപ്പമില്ലല്ലോ. അല്ല നമ്മളല്ലേ പേപ്പറിലല്ലേ എടുത്തു. മൂക്കിന്നൊക്കെ വെള്ളം വന്നടി. ടൊമാറ്റോ സോസ് അല്ല, വെറും ടൊമാറ്റോ. ഫ്രഷ് ടൊമാറ്റോ. നോക്കട്ടെ. നീ മാറ്റിയില്ലായിരുന്നു എടുത്തതൊക്കെ? എടി ഇത് എക്സ്ചേഞ്ച് ചെയ്തല്ല. എടുക്കണോ? നോക്കട്ടെ. അമ്പടി നോക്കിയില്ല, ഓപ്പൺ ആക്കിയില്ല. നമുക്കൊന്നും വിയറിറ്റ് വരുന്നില്ല. മതി, ഒരു വയറ്റ് മതി. മൊത്തം കഴിക്കണ മതി, അത്ര മതി. കുറച്ചല്ലേ തന്നോ? കഴിച്ചോളൂ. മൊത്തം കഴിക്കണ്ടെന്ന്. പിന്നെ ഇവളുടെ വിഷമം കൊണ്ട് പകുതി വെച്ചിട്ടുള്ളൂ. അത് നമുക്ക് നാട്ടിച്ചേക്കാം. ടൊമാറ്റോ സോസ് എനിക്ക് കിട്ടണേ. ആകെ ടേസ്റ്റ് ഉള്ളത് അത് മാത്രമേ ഉള്ളൂ. അല്ല ഇനിയെങ്കിലും ഒന്ന് വിയറിച്ചു എന്നോട്ടാ. ഇത് എന്താണിത്? നമുക്ക് ഈറ്റിട്ടാണ് വരുന്നത്. ഞങ്ങൾ ഡൗട്ട് കൊണ്ട് രണ്ടും തുറന്നു നോക്കിയിട്ട് രണ്ടും ഈറ്റിട്ടാണോന്ന് അറിയാൻ. ടൊമാറ്റോ കെച്ചപ്പാട് കിട്ടിയത് പ്ലീസ് ഞങ്ങൾക്ക് തരൂ. ഏതാണ്? പ്ലീസ്. എന്തായാലും ഇതിപ്പോ ഞാൻ കൊണ്ടുപോയി കളഞ്ഞേനോ. എന്തോ എന്റെ സന്തോഷം കൊണ്ട് ഇത് കൊണ്ടുപോയി കളയാൻ ഇത് ഞാന് വിഷമിച്ചിരിക്കരുത്. ഇതെങ്ങനെ എനിക്ക് മിസ്സാവുന്നു. അത് എന്നാലും ഇപ്പൊ തലയെ കൂടെ കുഴിക്കാനില്ല. അതൊരു കുഴപ്പമൊന്നുമില്ല. മുഖത്ത് വെച്ചാൽ മതി. അതെന്തിനാ ഭംഗി വരാനേ? ഇല്ല, ഇങ്ങനെ ഒഴിക്കാൻ വേണ്ട വേണ്ട, മുഖത്ത് വെച്ചാൽ മതി. വേറെ സാധനങ്ങളൊക്കെ ഉണ്ട് ഒഴിക്കാനായിട്ട് ഇഷ്ടം പോലെ.
മുഖത്ത് വെച്ചാൽ അല്ല ഞാൻ കയ്യിൽ കുറച്ച് കൊടുത്തിട്ടുണ്ടാവില്ല ചെയ്യാം പരിപാടി. ഫേഷ്യൽ ചെയ്തു തന്നെ മതി. ഹായ് ഹായ്. കുറച്ച് കുറച്ച് നീ വാ തുറക്കണ്ട കേട്ടാ. ചുണ്ടിൽ നന്നായി തെച്ചോ, ചിങ്കിൽ തന്നെ ചേച്ചോ അങ്ങോട്ട് പോയി പണി നോക്കിടുന്നു. മുഖത്ത് നന്നായി ഫേഷ്യൽ ചെയ്തോ, ടൊമാറ്റോ ഫേഷ്യൽ. മതി മതി. ആക്കണം ടൊമാറ്റോ വെച്ച് കുഞ്ഞു പിള്ളേർക്ക് പോലും ഇത്ര ആക്കണം. മതി മതി. ഉറുമ്പുകളെ മിക്കവാറും ഉറുമ്പന്നെ ആയിരിക്കും തന്നെ തേച്ച് പിടിപ്പിക്കുക. എന്റെ കൈ കളഞ്ഞിട്ടാണ്. അപ്പൊ നമ്മുടെ ടൊമാറ്റോ പിടിച്ച് സുന്ദരിയായോ പിന്നെ നോക്കട്ടെ. ഞാൻ സുന്ദരിയാണോ ചേട്ടാ? ബ്യൂട്ടീഷ്യൻ ചെയ്യാറില്ല. കുറച്ച് പുളി ഞാൻ കിട്ടി. നല്ല പുളിയാ തോന്നണം. ലെമൺ. 2 മണിയാണ് എന്റെ മുന്നിൽ. ഞാനിങ്ങനെ ആ തക്കാളി എന്നാ അവിടെ വെച്ചിട്ടുണ്ട്. കോമ്പിനേഷൻ ഇന്നെന്താ ഇങ്ങനെ പോയിരിക്കും. ആ ഫേഷ്യലായി നമ്മൾ സുന്ദരി കുറച്ച് തലയിൽ ഒഴിക്കാം. തലയിൽ ഒഴിക്കണം. നിന്റെ ഇഷ്ടം. ശരി, ഫേഷ്യൽ ചെയ്യാം. ഇല്ല തലയിൽ ഒഴിക്കണ്ട. നീ എന്നോട് ചോദിച്ചത്. മുഖം പൊട്ടിയിരിപ്പുണ്ട് എവിടെയെങ്കിലും? ഇല്ല. ലിപ്സ്റ്റിക് കളയരുത്. പൊട്ടിയിട്ടുണ്ടോ? ഇല്ല. തേച്ചുപിടിപ്പിക്കണം. കുരുവൊക്കെ വന്നല്ലേ. നമ്മ എടുത്തതെല്ലാം മാറ്റി വെച്ചില്ലേ? ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. എനിക്ക് കിട്ടിയതൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. എടുത്തെടുത്തോ. നെക്സ്റ്റ് ഇനി ഞാൻ നിനക്കല്ല. നമ്മ ചില്ലി കഴിഞ്ഞതല്ലേ? ആ ചില്ലി അതിലിട്ട് ചെയ്യുന്നത്. ചില്ലി കഴിച്ചപ്പോ വിയറിച്ചെടുത്താ മതി കേട്ടോ. ഞാൻ ഈറ്റിച്ച് തരും നിനക്ക്. ഇല്ല ഞാൻ തരും. ഇല്ല വാ തുറക്കൂ. ഇത്ര ഞാൻ തന്നോളൂ. ഇത് കഴിച്ചാൽ മതി. പകുതി മതി. അയ്യോ അയ്യോ വേണ്ട. നീ അധികം തുപ്പികളുണ്ടോ? എല്ലടി നല്ല ടേസ്റ്റ്. നല്ല പുളിയുണ്ട് കേട്ടോ. ഞാൻ ആ ഉപ്പിന്റെ രസമൊക്കെ കളഞ്ഞായിരുന്നു. അതുകൊണ്ട് പേര് ടേസ്റ്റ് ആയിരിക്കും എനിക്കറിയാം. കുരുവൊക്കെ ഉണ്ട് എന്തായാലും. നീ തന്നെയല്ലേ പറഞ്ഞു ഗുരു. ഓക്കെ, എന്നാലും അവളെ നമ്മ വിഷമിപ്പിക്കല്ല. ഓക്കെ, അടുത്തത് എനിക്കല്ലേ. ചില കഴിഞ്ഞ കാതല് കണ്ട പുള്ളിയൊക്കെ. ഓനിയൻ. എന്റെ അമ്മോ, ഇത് വേറിട്ട് ഇതെന്താ സംഭവം അറിയോ? നമുക്ക് സവാള ഇച്ചിട്ടാണ് കഴിക്കണം. വേറിട്ടാണ് തലയിൽ തീരണ വരെ ഇങ്ങനെ വച്ചോണ്ടിരിക്കണം. 2 മണിയാണ് സത്യം പറഞ്ഞ. തലേന്ന് ചാടി പോയ ലാസ്റ്റ് ഇത് ഫുള്ള് കഴിക്കേണ്ടി വരും. കൊറേ സന്തോഷായില്ലേ? എനിക്കറിയാം. നിനക്കൊക്കെ പണി ഇരിപ്പുണ്ട്. ഇത് നിനക്കുള്ള പണി ഞാൻ സൂക്ഷിച്ചു വെച്ചേക്കുന്നതാണ്. തല വെച്ചോ വലുത് വെച്ചോ. ഇവിടെ ഹമ്പോള അഡ്ജസ്റ്റ് നീ വെച്ച ഞാൻ വെച്ചെന്റെ സ്ഥലത്ത് ഇരുന്നോളാം. എനിക്ക് വെക്കാൻ പാടില്ല. ഞാൻ വെച്ചെന്റെ സ്ഥലം. എടി പിന്നെ എനിക്ക് അനങ്ങാൻ പറ്റൂലടി. അനങ്ങിയാ തിന്നാ മതി, വേറെ പ്രശ്നമില്ല. ഇപ്പൊ എവിടെ വെച്ചേക്കണം എനിക്കൊരു ഐഡിയ ഇല്ല. ഓക്കെ, ചിരിക്കൊന്ന് നന്നായി ചിരിക്ക്. നീ അത് പോയി ചിരിപ്പിച്ചിട്ട് ചാടിപ്പോയി കഴിഞ്ഞാൽ മൊത്തം ഞാൻ തിന്നേണ്ടി വരും. എന്റെ പുളി തീർന്നല്ലേ വായിരം.
എഗ് യോ 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 2 മണിയാണ് നീ എന്റെ തലയ്ക്ക് വെച്ചതല്ലേ ഞാൻ അപ്പോഴേ പറഞ്ഞു പണി വരുന്നുണ്ട് ഞാൻ നിന്നോട് പറഞ്ഞപ്പോ നീ മൈൻഡ് ചെയ്യില്ല. രണ്ടും പ്രശ്നമുള്ളൂ. അല്ലാ വീറിറ്റ് പോരട്ടെ ഇത് പച്ചമുട്ടയാണ്. ഇതിപ്പോ ഏതെടുക്കും ഞാൻ ഇപ്പൊ എനിക്കിപ്പോ വിഷമം ഏതെടുക്കും നന്നായി കുലുങ്ങി സംസാരി. ഇല്ല അണ്ടേ ഞാനല്ലേ നീ ഒന്ന് പോയി അവിടുന്ന്. ഞാൻ പറഞ്ഞതാണ്. അപ്പൊ സവാള താഴെ വീണിട്ടുണ്ട്. അപ്പൊ ലാസ്റ്റ് ഇത് മൊത്തം ഇവള് കഴിക്കുന്നതാണ്. ഇതെന്ത് പരിപാടി ഇത് വേറിട്ട് വന്നതിന്റെ സന്തോഷം. അപ്പൊ ഇത് നമ്മുടെ മുട്ട വേറിട്ടാണ് നമ്മൾ തല്ലടിച്ച് പൊട്ടിക്കും. അപ്പൊ നമ്മ ഇവിടെ ഇട്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഉമ്മിച്ചത് മൊത്തം ക്ലീൻ ചെയ്യിക്കും. അപ്പൊ നമുക്കിത് ലാസ്റ്റ് പുറത്ത് പോയി ടൊമാറ്റോ സോസ് നീല പറഞ്ഞ വെളുക്കട്ടേന്ന് അപ്പൊ ഇത് അധികം തേച്ചതാണ്. അപ്പൊ നീ നമ്മുടെ മുട്ട ഇവിടെ ഇരിക്കുന്നത് നമുക്ക് ലാസ്റ്റ് ഇവിടെ തലയിട്ട് അടിച്ച് പൊട്ടിക്കാം. ഞാൻ നിന്നോട് മര്യാദ പറഞ്ഞല്ലേ എനിക്ക് ഇല്ല അവിടെ വെച്ച് നമ്മൾ മറന്നുപോയല്ല. ഇവിടെ തന്നെ വെച്ചോ നീയോ എന്റെ അടുത്ത് വെച്ചോളൂ. എന്റെ സൈഡിൽ വെച്ചോളാം. എനിക്ക് ഓർമ്മ വേണം മുട്ട അവിടെ ഇരുന്നു. നമുക്കപ്പോ അവർക്കുള്ള പണി കൊടുക്കാം. ഇത് വേണം. ഞാനല്ലേ എടുത്തത്. നീ എടുക്കേണ്ടത്. അയ്യോ എന്നാലും ഭയങ്കര സർപ്രൈസ് ആയി പോട്ടെ. ആര്യവേപ്പ് കിട്ടണേ, ഈറ്റിറ്റും കിട്ടണേ. രണ്ടെണ്ണമൊക്കെ ഉള്ള തന്നെ. കൊക്കോ പൗഡർ ഇത് കഴിക്കണം. നല്ല മധുരമുള്ളതാണ്. ഇതെന്താ മനപ്പൂർവ്വം എടുത്തു അതിലുണ്ടല്ലോ. നീ അറിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അമ്മ ശരിക്കും ഇതാക്കി എടുത്തത്. അത്രയും കൊക്കോ പൗഡർ ഇത് കഴിക്കൂടി സത്യമായിട്ട് കഴിക്കൂടി. നല്ല ടേസ്റ്റ് ഇല്ലേ? ഇസ ഇതൊരു കോമഡി ഉണ്ടായിരുന്നു. ഇസ ഇത് ചോക്ലേറ്റ് ആണെന്ന് പറഞ്ഞ പ്രാവശ്യം എടുത്ത് കഴിച്ചതാണ്. ആ സെയിം അവസ്ഥ. ഇസ പിന്നെ കുറച്ചേ കഴിച്ചുള്ളൂ. ഞാനുണ്ട് ടേസ്റ്റ് ഇല്ലേ? പഞ്ചസാര ഉണ്ടോ? ഇല്ല കാഡ്ബറീസ് ഇച്ചിരി പഞ്ചസാര പൊടിച്ചിട്ടെങ്കിൽ നല്ല കാഡ്ബറീസ് ചോക്ലേറ്റ് ആയിട്ട് കയറും. ടേസ്റ്റ് ഉണ്ടാവും. അതോ ഇത് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുമോ? എന്താടി എനിക്ക് കൊള്ളില്ലാത്ത കഴിഞ്ഞത് ഈ ഉപ്പ് നമ്മൾ എടുത്തല്ലേ തന്നാ? ആ ഉപ്പ് ഞാൻ കഴിച്ചതാ. മാറ്റിക്കോ തരുമോ? നാരങ്ങ വേണോ? ആണോ? ഇതൊന്നും ഉപ്പ് നാരങ്ങ ലെമൺ ജ്യൂസാ. ഈസയുടെ സ്പെഷ്യൽ ലെമൺ ജ്യൂസ് ആയിരിക്കും. നമ്മളിതൊന്നും 2 ഐറ്റേ ഉള്ളൂ. അതോ 2 പണിയാണ്. മഞ്ഞപ്പൊടിയും ആര്യവേപ്പിലയും. ഇതൊരു ആര്യവേപ്പിലൊന്നും വെച്ചേക്കണം. ഉമ്മിച്ചാട്ട പറിച്ചു വന്നേക്ക് ഇത്ര ആര്യവേപ്പില മൊത്തം ഞങ്ങളെ തിരിക്കാനൊന്നുമില്ല. മഞ്ഞപ്പൊടി കിട്ടിയാൽ മതിയായിരുന്നു. ആര്യവേപ്പിനാലും എളുപ്പം മഞ്ഞപ്പൊടി തന്നെയാണ്. നീ എന്തുന്ന നീ നോക്കാതിരിക്കുന്നു കാണാൻ പറ്റണ്ടോ? നോക്കട്ടെ. ഇല്ല ഒന്ന് കണ്ണടിച്ചെടുത്തോ. ഇടുക്കൊന്ന് തൊട്ടടുത്ത് മുഖം പോകുകയാണ്. അത് വെച്ചിട്ട് അയ്യോ ഇതപ്പോ എനിക്കാ. വിയറിട്ടെടുക്കണേ പ്ലീസ്. ഇന്ന് പണി മൊത്തം എനിക്കാണല്ല. മുട്ട പനാനിരിക്കുന്നേ ഉള്ളൂ. എടീ അപ്പൊ ഈ തിന്നതൊക്കെ ഞാനല്ലേ? സോയ സോസും സോയ ഞാനാ നീ കഴിച്ചേ. പിന്നെ ഞാനെന്താണ് ഞാൻ പുള്ളി മുളക് എന്റെ പൊന്നെ അത് പോയെടുത്ത് ഇല്ല ഉള്ള പണിയെ കഴിക്കാനുണ്ട്. സവാള കഴിക്കാനുണ്ട്. ഇല്ല പച്ച സവാള നീ പറഞ്ഞത്. ഇല്ല എല്ലാവരും നീ പറഞ്ഞത് ഇവിടെ പച്ച സവാള എവിടെയോ കാണാണ്ട് പോയിട്ടുണ്ട്. ഭാഗ്യം വിയറിച്ചാണെങ്കിൽ കുഴപ്പമില്ല. എന്ത് പരിപാടിയാണ്.
ശ്ശോ. ഇതെന്താ ഇത് ബാബു വോയിസ? എന്റെ ഹമ്പൊക്കെ കളയരുത്. പിന്നെ മുട്ട പൊട്ടിച്ച് ചെയ്യുമ്പോ അമ്പ് കാണുന്നില്ല. ശ്ശോ. സുന്ദരി കാട്ടുവാസിയാ കണ്ടപ്പോ പേടിച്ചോട്ടാ. അത് വേറെ ഈ ഹമ്പുള്ളാന് സുകൂടി വെക്കാൻ. ഹമ്പൊക്കെ കളയരുത്. മതി മതി നാട്ടുകാരോട് ചോദിക്കും മതി. ഇല്ല ഉമ്മച്ചി 6 എണ്ണം പറിച്ചിട്ടുണ്ട്. 6 എണ്ണം വെക്കണം. മതി ഫുള്ള് ലാസ്റ്റ് ആയത് നന്നായി. ഈറ്റിട്ട് വരാൻ ഒരു കണക്കിന് ഭാഗ്യായി. എനിക്കിതെങ്ങനെയാ കഴിക്കുന്നത്? നീ അതിലോട്ട് തുറന്നു നോക്കാൻ പോണ. ഞാനൊക്കെ കൂടുതലിപ്പോ തിന്നതൊക്കെ കേക്ക് കൂടുതൽ കഴിച്ചത്. സുന്ദരിയാവും. നമ്മുടെ വീട്ടിലെ മഞ്ഞപ്പൊടി. എനിക്ക് ബാത്റൂമിൽ നീ ഉപ്പ് തന്നത്രേ ഉള്ളൂ. അയ്യോ നീ എന്താ തൊപ്പി തൊപ്പി പറ്റൂല. നീ ചൊവ്വാലൊക്കെ അതൊന്നും കുടിക്കാൻ പാടില്ല. മനുഷ്യനിവിടെ ഇതിന് മാറ്റാല പോന്നു. അപ്പൊ ഗായ്സ് നമ്മുടെ ഇപ്പം എല്ലാം ഒരുതും കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞു. ഇതുണ്ട്. ഇന്ന് മൊത്തം എനിക്കാണ് ഇത് പൊട്ടിക്കാനുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ ഇരുന്ന് പൊട്ടിക്കാൻ പറ്റില്ല. ഇവിടെ ഇരുന്ന് പൊട്ടിച്ചാ ഇതുട്ടാ നോവായും ഉമ്മച്ചി ശരിയാകും. ഇവിടെ ഇട്ട് പൊട്ടിച്ച് നശിപ്പിച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മ പുറത്ത് പോയാണ് ഇനിയുള്ളത് വീഡിയോ ചെയ്യാൻ വന്ന്. അപ്പൊ നമ്മുടെ ഇത് കണ്ട അടിപൊളിയാണ്. നമുക്ക് ഇവിടെ പൊട്ടിക്കാം. നീ മൂത്തിട്ട് പൊട്ടിച്ചാലോ? അപ്പൊ നമുക്ക് നല്ല സുന്ദരിയാക്കുന്നത്. നമുക്ക് ടൊമാറ്റോ കച്ചപ്പൊക്കെ തേച്ച് എന്താ സുന്ദരിയാണ്. നല്ല മ്യൂസിക് മിക്കാറും ഇതിൽ ഡയറക്ടേഴ്സ് പൊക്കോളും. അയ്യോ ഇത് പറഞ്ഞ ചാരി ഇതെന്താ ഇത് ഊരി എടുക്കണേ മുക്കി കെട്ടി വെച്ചാലാ. അപ്പൊ ഗൈസ് നമുക്ക് പുറത്ത് പോകാം. പുറത്ത് പോയി പണിയിട്ടും അതും നമുക്ക് പുറത്ത് പോയി ഇവിടെ തലയിട്ട് പൊട്ടിച്ചിട്ട് വരാം. ഇതിലൊരു ഫോട്ടോ എടുക്കും. എങ്ങനെ ഇരിക്കുന്ന ഫോട്ടോ ഗൈസ്. അപ്പൊ നമ്മുടെ ഇവിടെ തലയിൽ മുട്ട പൊട്ടിക്കാൻ പോവുകയാണ്. എന്റെ അല്ലോ. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം. നമ്മളുടെ തലയിൽ മുട്ട പൊട്ടിക്കാൻ പോവുകയാണ്. കുറച്ച് ഷോളത്തിരി കയറ്റി വെക്കാറും. എന്തിനാ ഷൂളൊക്കെ കയറ്റി വെച്ചിട്ട് ഇവിടെ പോകാനാണ്. അപ്പൊ നമ്മ ഇവിടെ തലയിൽ ഇതിപ്പോ ഇട്ടിട്ട് പൊട്ടിക്കുമ്പോൾ പൊട്ടിക്കാനോ. അയ്യോ ഫസ്റ്റ് ടൈം ആയിട്ട് ഞാൻ മുട്ട പൊടിക്കുന്നു. കോളേജിലൊക്കെ പൊട്ടിച്ചിട്ടുണ്ടെന്നാലും എന്റെ അല്ലോ എന്റെ മെത്തെറിക്കാണ്ടിരിക്കണം. എന്താ അപ്പൊ ഗായ്സ് നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ ചലഞ്ച് ഒക്കെ കഴിഞ്ഞു. നമ്മുടെ ഗെയിം കഴിഞ്ഞു. ഞാൻ നല്ല പ്രതികാരം കിട്ടിയതായിരുന്നു. അപ്പൊ ഗായ്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ നമ്മുടെ ഇന്നത്തെ ഗെയിം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ വല്ലാത്ത അവസ്ഥയായി പോയി. അവർക്ക് വല്ലാത്തൊരു വിധിയായി പോയി. നേരത്തെ പറയുന്നത് എന്ത് വിധി ഇത്, വല്ലാത്ത ചതി ഇതാണ്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഗായ്സ് അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് മറക്കരുത്. അപ്പൊ നമ്മ അടുത്തൊരു അടിപൊളിയായിട്ട് വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ.